AICC നിരീക്ഷകർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡിന്. ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനമാകും മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാവുക. ഞായറാഴ്ചയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുമ്പോൾ ഇതാ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിരീക്ഷകർ പരിശോധിച്ചത് 3 ഘടകങ്ങളെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷിയുടെ നിലപാട്, ജനവികാരം എന്നിവയാണ് പരിശോധിച്ചത്. 3 നേതാക്കളുമായും നേതൃത്വം ഇന്ന് ഫോണിൽ സംസാരിക്കുമെന്ന സൂചനകളും വരുന്നുണ്ട്. നാളെ ദില്ലിക്ക് വിളിപ്പിക്കും. ഞായറാഴ്ച തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും. നോബൽ മാരിക്കാരനും റോഷിപാലുമാണ് ചേരുന്നത്. നോബൽ, 3 ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് നിരീക്ഷകർ. 3-ൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MLA-മാരുടെ പിന്തുണയാണ്. അത് തനിക്കാണെന്ന് KC വേണുഗോപാൽ അവകാശപ്പെടുന്നു. ഘടകകക്ഷികളുടെ പിന്തുണയിൽ ലീഗ് ഉൾപ്പെടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് VD സതീശന് അനുകൂലമായാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ജനവികാരം പലയിടത്തും ഇത്തരത്തിൽ പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെയും പരിശോധിക്കുന്നുണ്ട് AICC നിരീക്ഷകർ. അതുകൂടി പഠിച്ച ശേഷമാണ് റിപ്പോർട്ട് നൽകിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയിപ്പോൾ വരേണ്ടത് പ്രഖ്യാപനമാണ്. ഒരു കിറാമുട്ടിയാകുമോ അതോ വേഗത്തിൽ തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുമോ എന്നാണ് അറിയേണ്ടത്. പിന്നീട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ വേഗത്തിലാക്കാനാണ് ഇപ്പോൾ നിരീക്ഷകർ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തെ സാഹചര്യം അല്പം മോശമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു വശത്ത് ഈ പറഞ്ഞ ശക്തിപ്രകടനങ്ങൾ നടക്കുന്നു, ഫ്ലെക്സികളുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നത് ഒട്ടും ഗുണകരമാകില്ല എന്നൊരു വിലയിരുത്തൽ എന്താണെങ്കിലും നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിരിക്കുന്നു. പ്രധാനമായും 3 ഘടകങ്ങളാണ് പരിശോധിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന് MLA-മാരുടെ പിന്തുണയാണ്, മറ്റൊന്ന് ഘടകകക്ഷിയുടെ നിലപാടാണ്, ഒപ്പം ജനവികാരം കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരമുള്ളത്. ഇന്ന് വൈകിട്ട് ഒരുപക്ഷെ നേതാക്കൾ, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഈ പറഞ്ഞ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒപ്പം KC വേണുഗോപാലുമായും ഫോണിൽ സംസാരിക്കാനുള്ള സാധ്യത KC വേണുഗോപാൽ ഇതിനോടൊപ്പം തന്നെ ദില്ലിയിൽ ഉണ്ട്. അതിനുശേഷം മറ്റ് 2 നേതാക്കളായ ഈ പറഞ്ഞ VD സതീശനെയും രമേശ് ചെന്നിത്തലയും നാളെ ദില്ലിക്ക് വിളിപ്പിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതായാലും നാളത്തെ ചർച്ചകൾ പൂർത്തിയാക്കി ഞായറാഴ്ച എന്താണെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്താണെങ്കിലും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കുക എന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കുക എന്നതാണ്. റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, MLA-മാരുടെ പിന്തുണയിൽ കൂടുതൽ KC വേണുഗോപാൽ എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല നേതാക്കളും ഇപ്പോൾ ചെന്നിത്തല പക്ഷത്തുള്ളവർ വരെ KC പക്ഷത്തേക്ക് മാറി എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അതൊക്കെയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ നേതാക്കളുടെ നീക്കം ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു നിരീക്ഷകർ. ഇനി വേണ്ടത് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ത് എന്ന് അറിയുകയാണ്. 3 പേർക്കും ഒരുപോലെ സാധ്യതകളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. റോഷിബ, ഞാൻ ചോദിച്ചത് നേതാക്കളുടെ നീക്കം എന്താണ് ഈ ഘട്ടത്തിൽ എന്നതാണ്. നിർണായക നീക്കങ്ങളാണ്. കാരണം ഇനി പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. സ്വാഭാവികമായും ഹൈക്കമാൻഡ് തീരുമാനിക്കും. നിലവിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാരുടെ പിന്തുണ ആർക്കാണ് കൂടുതൽ എന്നത് ഒരു പ്രധാന ഘടകമാണ്. ഘടകകക്ഷിയുടെ അഭിപ്രായം ഉൾപ്പെടെ പരിശോധിക്കുമെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡേതാണ്. നിലവിൽ സംസ്ഥാനത്ത് സർക്കാരിനെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതൃപാഠവുമുള്ള ഒരു നേതാവിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കാനാണ് സാധ്യത. ആ കാര്യത്തിൽ ഉള്ളൊരു തീരുമാനമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനി നടക്കുക, ദില്ലിയിൽ നടക്കുക. അടുത്ത മണിക്കൂറുകൾ, നാളെയും മറ്റന്നാളുമായി ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഇനി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നീ നേതാക്കളാണ് ഇനി ഈ ചർച്ചയുടെ ഭാഗമാവുക. കാരണം KC വേണുഗോപാൽ ദില്ലിയിലുണ്ട്. ഒപ്പം KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടി ദില്ലിയിലേക്ക് പോകും. അത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചാൽ അവർ പിന്നാലെ തന്നെ ദില്ലിയിലേക്ക് പോവുകയാണ് ചെയ്യുക. പിന്നീട് ചർച്ചകൾ, അതിൽ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ നിലപാട് നിർണായകമാവുകയും ചെയ്യും. ശരി, നമുക്ക് നോക്കാം ഇനി എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലെന്നത്. ഈ 3 ഘടകങ്ങൾ, MLA-മാരുടെ പിന്തുണ, ജനവികാരം, ഒപ്പം ഘടകകക്ഷികളുടെ നിലപാട്, ഇതെല്ലാം പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. റോഷിപാലും നോബൽ മാരിക്കാരനും അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരും.